സമചതുരത്തിന്റെ വികർണം തന്നിരുന്നാൽ അല്ലെങ്കിൽ ഡയഗണൽ തന്നിരുന്നാൽ എങ്ങനെ നമുക്ക് ഏരിയ കാണാം, അല്ലെങ്കിൽ പരപ്പളവ് വിസ്തീർണം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ശരി, സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഒരു സമചതുരത്തിന്റെ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആണ് തന്നിട്ടുള്ളതെങ്കിൽ, വികർണമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാം നമ്മൾ വികർണത്തിന് ഡി എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഹാഫ് ഡി സ്ക്വയർ എന്നാണ്. അപ്പോ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഹാഫ് ഡി സ്ക്വയർ, അല്ലെങ്കിൽ വിസ്തീർണം പരപ്പളവ് എന്നൊക്കെ പറഞ്ഞാൽ ഹാഫ് ഡി സ്ക്വയർ എന്ന് പറയാം. ശരി, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 8ന്റെ സ്ക്വയർ ആയ 64. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം 32 എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം, ഡയഗണലിന്റെ നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് പറയാം ഹാഫ് ഡി സ്ക്വയർ ആണ്. 10ന്റെ സ്ക്വയർ 100/2 നമുക്ക് പറയാം 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണെങ്കിൽ വിസ്തീർണം എത്ര?